ലക്കൽ ഹംദു ഇദാ റളീത് റബ്ബനാ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ റാദ്ദ ലിമാ ഖളൈത ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم صلى الله على سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ هم قوم أن يبسطوا إليكم أيديهم فكف أيديهم عنكم واتقوا الله وعلى الله فليتوكل المؤمنون صدق الله العلي العظيم هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحمين فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم نبينا الآمر الناهي فلا أحد أبر في قول لا منه ولا نعمي محمد سيد الكونين والثقلين والفريقين من عرب ومن عجم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم खुदी को कर बुलंद इतना के हर तकदीर से पहले खुदी को कर बुलंद इतना के हर तकदीर से पहले खुदा बंदे से खुद पूछे बता तेरी रिजा क्या है बसारत खो गई लेकिन बसीरत तो सलामत है मदीना हमने देखा है मगर नादीदा नादीदा मदीना जाके हम समझे तकद्दुस किसको कहते हैं हवा पाकीज़ा पाकीज़ा फिजा संजीदा संजीदा ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പണ്ഡിതന്മാരെ, ഉമറാക്കളെ, മുതഅല്ലിമീങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു ഈ മനസ്സിൽ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആരുടെയൊക്കെ മനസ്സിൽ
ഏതെല്ലാം വിഷമങ്ങൾ, ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടണമെന്നുണ്ടോ അതിനൊക്കെ അള്ളാഹു എത്രയും വേഗത്തിൽ നമുക്ക് പരിഹാരം നൽകട്ടെ. ആരുടെയൊക്കെ രോഗങ്ങളുടെ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ ശിഫയാകണമെന്ന ആഗ്രഹമുണ്ടോ എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. ഈ മഹാന്മാരായ സാദാത്യങ്ങളുടെയും ശംസുൽ ഉലമയുടെയും ഒക്കെ ഹദറത്തിൽ വന്ന് നമ്മുടെ മനസ്സിലെ ഉള്ളിലുള്ള എന്ത് മുറാദ് ഹാസിലാകണമെന്നാണോ നമ്മൾ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ദുആ ചെയ്തിട്ടുള്ളത്, അള്ളാഹു ആ ഉദ്ദേശങ്ങളെയൊക്കെ നമുക്ക് നിറവേറ്റിത്തരട്ടെ. നമ്മുടെ കച്ചവടങ്ങൾ, ജീവിതമാർഗങ്ങൾ, അതിലൊക്കെ അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ. തടസ്സങ്ങളെയൊക്കെ അള്ളാഹു നീക്കിത്തരട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും കൊണ്ട് അള്ളാഹു നമ്മുടെ ഖൽബുകളെ പ്രകാശിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. സമസ്തയുടെ പ്രവർത്തകന്മാരൊക്കെ സങ്കടങ്ങൾ ഇറക്കി വെക്കാനും വൈവിധ്യമാർന്ന അവരുടെ പ്രവർത്തനങ്ങളിൽ ഊർജം കിട്ടാനും അഭയമായി കാണുന്ന ഒരിടമാണ് ഈ വരക്കൽ മഖാം. ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു, മഹാനുഭാവന്റെ മുൻഗാമികൾ, പ്രപിതാക്കന്മാർ, ബന്ധുക്കൾ, അതോടൊപ്പം മഹാനായ ശൈഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഇവരൊക്കെ നമ്മുടെ വഴികാട്ടികളാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മുടെ ആദർശത്തെയും മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തെയും ഒക്കെ അവർ കാണിച്ച വഴിയിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തവർ ആണ് ഏത് സന്ദർഭങ്ങളിലും ഇവിടെ എത്തുന്നതും ഈ സാന്നിധ്യത്തിൽ സന്തോഷത്തോടെ നിൽക്കുന്നതും. റബീഉൽ ആഖിറിലേക്ക് നാം പ്രവേശിക്കാനിരിക്കുന്നേ ഉള്ളൂ. എന്നാലും സന്തോഷത്തോടെ ഈ റബീഉൽ അവ്വലിന്റെ അവസാന നിമിഷങ്ങളിൽ ശംസുൽ ഉലമയുടെ പേരിലുള്ള ആ ഉറൂസിൽ സന്നിഹിതരാകുവാൻ നമുക്കൊക്കെ അള്ളാഹു അവസരം നൽകിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ എക്കാലത്തെയും സകല നന്മകൾക്കുമുള്ള, എല്ലാ നേട്ടങ്ങൾക്കുമുള്ള ഒരു പിൻബലമാകുമെന്ന ദൃഢവിശ്വാസത്തോടെയാണ് ഈ സദസ്സിൽ നമ്മൾ ഇരിക്കുന്നതും ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നതും. കുറഞ്ഞ സമയമേ നമുക്ക് പ്രസംഗിക്കാനുള്ളൂ. ഇവിടെ മജ്ലിസുന്നൂർ നടക്കും, അതിനുശേഷം ദുആയും നടക്കും. ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നബി തിരുമേനി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുയായികളോട്, ജീവിതകാലത്ത് അവിടുന്ന് കണ്ടുമുട്ടുന്നവരോട് ഏതെല്ലാം രീതിയിലുള്ള സമീപനങ്ങളാണ് സ്വീകരിച്ചിരുന്നത് എന്നതിനെ സംബന്ധിച്ചാണ്. നല്ലതല്ലാത്ത ഒരു അഭിപ്രായം അതിനെ സംബന്ധിച്ചില്ല. ക്ഷമ, സഹനം, കാരുണ്യം, എല്ലാ സൽഗുണങ്ങളും ഏറ്റവും നന്നായിട്ട് അനുഭവിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായിരുന്നുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം അള്ളാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളതും നിയോഗിച്ചിട്ടുള്ളതും. നമ്മളൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മുടെ സ്വഭാവത്തെ, സംസാരങ്ങളെ, നമ്മുടെ മറ്റു പ്രക്രിയകളെയൊക്കെ ഇങ്ങനെ ആർജിച്ചെടുക്കുന്ന ഒരു രീതിയാണുള്ളത് എങ്കിൽ നമ്മുടെ കുടുംബം, നമ്മളുടെ നാട്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, ഇതൊക്കെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും സ്വാധീനിക്കുന്നതാണ്. നമ്മുടെ സംസാര ശൈലി, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മളുടെ ചിന്താഗതികൾ, ഇതൊക്കെ നമ്മൾ ജനിച്ച നാട്, കുടുംബം, ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് പൊതുവിലിരിക്കുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് അങ്ങനെയല്ല. അള്ളാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമ്പൂർണമായും ശുദ്ധീകരിച്ചിരിക്കുകയാണ്. അള്ളാഹു അവിടുത്തെ കൽബിൽ ഇട്ടുതരുന്ന ചിന്തകളും
സമീപനങ്ങളുമല്ലാത്തതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് ശുദ്ധത മാത്രമേ അവിടുത്തെയിലുള്ളൂ. അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കിയില്ലയോ നബിയേ. ഹബീബിന്റെ ഖൽബ് അങ്ങനെയാണ്. മാ കദബൽ ഫുആദു മാ റആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കാണിക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായി ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നയാളാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെയൊക്കെ ഒരു സ്വാംശീകരണമാണ് അള്ളാഹു പറഞ്ഞത്, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയെ, അങ്ങ് വലിയ ഉത്തമമായ സ്വഭാവത്തിന്റെ മേലിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അത് അനുഭവിക്കാൻ കഴിഞ്ഞവർ നബിയുടെ കൂടെ ജീവിച്ച ആളുകളാണ്. സത്യത്തിൽ ആ അനുഭവങ്ങളെ തലമുറകളിലേക്ക് അവർ കൈമാറ്റം ചെയ്ത് ഇന്ന് ജീവിക്കുന്ന, ഇനി വരാനിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആ ഇടപെടലുകളിൽ നിന്ന് വലിയ വലിയ മാതൃകകളാണ് ലഭ്യമായിട്ടുള്ളത്. ഇനി അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ക്രമീകരണത്തിൽ എന്തെങ്കിലും അനിവാര്യമായ തിരുത്തലുകളോ അത്യാവശ്യമായ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ വേണമെങ്കിൽ അത് നിരന്തരമായി നൽകാൻ വഹയുമായി അല്ലാഹുവുമുണ്ട്. അല്ലാഹു നമുക്ക് പിൽക്കാലത്ത് വരുന്നവർക്ക്, അനുയായികൾക്കൊക്കെ ആ ഇടപെടലുകൾ വലിയ മാതൃകയായി നൽകിയിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളിൽ പ്രമുഖനായ ഒരു അന്ധനുണ്ടായിരുന്നു. 2 കണ്ണുകളും ആ സാധുവിനില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം എന്നായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ പേര്. ഉമ്മു മക്തൂം എന്നത് ബഹുമാനപ്പെട്ടവരുടെ മാതാവിന്റെ പേരാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു പല ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരും, ജമാഅത്തുകളിൽ പങ്കെടുക്കും, നബിയോട് വലിയ സ്നേഹവും അടുപ്പവും പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നയാളാണ്. ഒരവസരത്തിൽ ബഹുമാനപ്പെട്ടവർ നബിയുടെ അടുക്കലേക്ക് വരുമ്പോ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ചർച്ച നടത്താൻ വേണ്ടി ഖുറൈശി പ്രമുഖന്മാരിൽപ്പെട്ട ചില വ്യക്തികൾ വന്നിട്ടുണ്ട്. അവരോടിങ്ങനെ ദീനിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഇവരോട് സംസാരിച്ചവർ ദീനിലേക്ക് വന്നാലോ, അവർ നന്നായാലോ, അത് ഇസ്ലാമിന് എത്ര ഗുണമാണ്. അപ്പൊ അവരോടുള്ള ആ സംസാരത്തിൽ പരിപൂർണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവാചകർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ധനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വരുന്നത്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അവിടുത്തെയോട് സലാം പറയുന്നു. അവിടുത്തെയോടൊപ്പം ഇരിക്കുന്ന ആളുകളെ അബ്ദുല്ലാഹി ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, അല്ലിംനി മിമ്മാ അല്ലമകല്ലാഹ്, അല്ലാഹു അങ്ങേക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ അങ്ങേക്ക് പഠിപ്പിച്ചു തന്നാലും. അപ്പൊ റസൂലിന് ചെറിയ ഒരു നീരസം. കാരണം ഞാനിവിടെ ആളുകളോട് സംസാരിക്കുകയാണല്ലോ, അതിനിടയിലാണല്ലോ ഇയാള് എന്നോട് ഈ കാര്യം പറയുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂമിന് പ്രവാചകന്റെ പ്രയാസം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, കണ്ണ് കാണില്ലല്ലോ. രണ്ടാമതും അദ്ദേഹം അത് ആവശ്യപ്പെട്ടു. അപ്പോഴും ഹബീബിന്റെ മുഖത്ത് ചെറിയ ഒരു പ്രയാസമുണ്ടായി. മൂന്നാമത്തെ തവണയും ആ മനുഷ്യൻ അത് ആവശ്യപ്പെട്ടപ്പോ അഷ്റഫുൽ ഖൽഖ് അത് പരിഗണിക്കുന്നില്ല എന്ന് കണ്ടപ്പോ നിമിഷാർദ്ധങ്ങൾക്കുള്ളിൽ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിന്റെ അടുക്കൽ വന്നവിടുത്തെയോട് വിശുദ്ധമായ വഹയിന്റെ ദിവ്യവചനങ്ങൾ ഓതിക്കൊടുക്കുകയാണ്. അബസ വതവല്ല അൻജാഅഹുൽ അഅമ
അഅ്മാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. മുഹമ്മദുർ റസൂൽ മുഖം തിരിച്ചു കളഞ്ഞുവല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകർ തിരിഞ്ഞു കളഞ്ഞുവല്ലേ. അവിടുത്തെ അടുക്കലേക്ക് അന്ധൻ വന്നപ്പോൾ അൻജാഅഹുൽ അഅ്മാ, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരാൾ വന്നപ്പോ റസൂലുള്ളാഹി മുഖം തിരിച്ചു കളഞ്ഞുവല്ലേ. ആ മനുഷ്യൻ നന്നാകുമായിരുന്നല്ലോ, ആ മനുഷ്യൻ വിശുദ്ധി നേടുമായിരുന്നല്ലോ. അങ്ങയുടെ സതുപദേശങ്ങൾ കേട്ട്, വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ കേട്ട് ആ മനുഷ്യൻ നേരായ മാർഗത്തിലേക്ക് എത്തുമല്ലോ തുടങ്ങിയ രീതിയിൽ കണിശവും കർശനവുമായ രീതിയിലായിരുന്നു ആ ഒരു സംഭവത്തെ അല്ലാഹു തമ്പുരാൻ സമീപിച്ചത്. അതുകൊണ്ട് ഹബീബിന്റെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായി. ആരെങ്കിലും അവഗണിക്കപ്പെടുന്നതോ, ഏതെങ്കിലും ഒരാൾക്ക് തന്റെ പരിഗണന ലഭ്യമാകാതിരിക്കുന്നതോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താല്പര്യമേ ഉണ്ടാകുമായിരുന്നില്ല. പിന്നീട് രണ്ട് കണ്ണുമില്ലാത്ത ഈ മനുഷ്യൻ ഏതെങ്കിലും ഘട്ടത്തിൽ നബി തിരുമേനിയുടെ അടുക്കലേക്ക് വരുന്നത് കണ്ടാൽ സദസ്സിൽ നിന്ന് ഹബീബായ റസൂലുള്ള എഴുന്നേറ്റ് നിൽക്കുകയും ആ മനുഷ്യനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുമായിരുന്നു. സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: മർഹബാ ബിമൻ ആതബനി ഫീഹി റബ്ബി. എന്റെ രക്ഷിതാവായ അല്ലാഹു എന്നെ ഏതൊരു മനുഷ്യന്റെ കാര്യം പറഞ്ഞാണോ ആക്ഷേപിച്ചിട്ടുള്ളത്, ആ മനുഷ്യൻ ഇതാ സ്വാഗതം എന്ന് പറയുക മാത്രമല്ല, ബദറിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധരായ സ്വഹാബികളുമായി പോകുമ്പോ മദീന മുനവ്വറയുടെ മദീന ഷരീഫിന്റെ അധികാരം ഏൽപ്പിച്ചത് ഈ അന്ധനായ മനുഷ്യനെയായിരുന്നു. പിന്നെയും പല ഘട്ടങ്ങളിലും മദീനയുടെ നിയന്ത്രണം ബഹുമാനപ്പെട്ടവരുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇങ്ങനെ ഹബീബായ റസൂലുള്ളാഹിയുടെ ഇടപെടലുകളിൽ, അവിടുത്തെ പെരുമാറ്റങ്ങളിൽ പിൽക്കാലത്ത് വരാനിരിക്കുന്ന ജനപഥങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിൽ എന്തെല്ലാം പരിവർത്തനങ്ങൾ വേണമോ അത് മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടായിരുന്നു റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുത്തെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. സമാനമായ സംഭവങ്ങൾ ഇനിയും കാണുവാൻ കഴിയും. സൂറത്തുൽ കഹ്ഫിൽ അതിന് സമാനമായ മറ്റൊരു ഭാഗമുണ്ട്. നബിയോട് കൂടെ ഇരുന്നിരുന്ന തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ടവർ. അവരെ കുറിച്ചുള്ള ഹദീസുകളിൽ കാണാൻ കഴിയും, അവർക്ക് മറക്കാൻ, ശരീരം മറക്കാൻ ഉടയാടകൾ ഉണ്ടായിരുന്നില്ല. ഒട്ടുമിക്ക പേരും ഒട്ടിയ വയറുള്ളവരായിരുന്നു. അതിലൊന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു, സുഹൈബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മുമ്പ് കുറെ പേരുടെ അടിമകളായി കഴിഞ്ഞ ആളുകൾ, അടിമത്വത്തിൽ നിന്ന് മോചനം നേടിയ ആളുകൾ, പാവപ്പെട്ട കറുത്തവർ, ഒരുപക്ഷെ ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ദുർഗന്ധം വമിക്കുന്ന ആളുകൾ. ഹദീസുകളിൽ കാണുവാൻ കഴിയും, അവർ റസൂലുള്ളാഹിയുടെ അടുക്കൽ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കാലുകൾ വല്ലാതെ കൂട്ടിപ്പിടിച്ചിട്ടായിരുന്നു നിന്നിരുന്നത്. കാരണം അവരുടെ ശരീരം നന്നായിട്ടൊന്നും മറക്കാൻ നല്ലൊരു ഉടുമുണ്ടവർക്കുണ്ടായിരുന്നില്ല. അവരുടെ ഔറത്ത് വെളിവാകുമോ എന്ന ഭയം കാരണത്താൽ വളരെ സൂക്ഷ്മതയോടെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ അവർ നിലകൊള്ളാറുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഇരിക്കുമ്പോഴാണ് പല പ്രമുഖന്മാരും വരിക. ഒരു ഘട്ടത്തിൽ അങ്ങനെ കുറച്ച് ആളുകൾ വന്നു, നേതാക്കൾ വന്നു. ഇവരോട് നബി ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ മാറണമെന്നോ ഞാൻ ഇവരോട് സംസാരിക്കട്ടെ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവരിങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ നിന്ന് ആ സ്വഹാബികൾ പള്ളിയുടെ അപ്പുറത്തേക്ക് പോയി. അവർ തസ്ബീഹുകളും തഹ്ലീലുകളും ഇങ്ങനെ ചൊല്ലിയിട്ട് ദിക്റിൽ മുഴുകിയിരിക്കാൻ തുടങ്ങി. അവര് സ്വയം കരുതാണ്, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വലിയ ആളുകൾ വരുമ്പോ ഞങ്ങളൊന്നും അവിടെ ഇരിക്കേണ്ട ആളുകളല്ലല്ലോ. ഇതങ്ങനെ അവർ അങ്ങ് സ്വയം എഴുന്നേറ്റ് പോയപ്പോൾ നബി തിരുമേനി തടഞ്ഞതുമില്ല. ഇതൊന്നും അവിടുത്തെ കുറ്റമോ ആക്ഷേപമോ അല്ല, സാധാരണഗതിയിൽ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. തടഞ്ഞില്ല.
അപ്പോഴേക്ക് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ വചനമിറങ്ങി, വലാ തത്റുദില്ലദീന എന്ന് തുടങ്ങുന്ന ആ വചനം അല്ലാഹുവിനെ രാവും പകലും ഓർക്കുകയും രാവിലെയും വൈകുന്നേരവും ഒക്കെ അല്ലാഹുവിന്റെ ദിക്റിലായി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന ആളുകളെ അല്ലാഹുവിന്റെ റസൂലേ അങ്ങൊരിക്കലും അങ്ങയുടെ സമീപത്ത് നിന്നാട്ടിപ്പറഞ്ഞേക്കരുതേ നബിയേ. അതായത് ഇവരാരാണ്? ഇവർ നല്ലവരാണ്, ഇവർ അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകളാണ്, അവർക്ക് അങ്ങയുടെ അടുക്കൽ നിന്ന് പോകേണ്ട ഒരു കാര്യമില്ല, അങ്ങ് അവരെ പറഞ്ഞേക്കാനും പാടില്ല. ഇങ്ങനെ നിരവധിയായ സംഭവങ്ങളിലൂടെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിൽ ഇടപെടലുകളിൽ അല്ലാഹു മനോഹരമായ സംവിധാനങ്ങൾ വരുത്തുകയായിരുന്നു. എന്നിട്ട് അല്ലാഹു തആല ഹബീബായ നബിക്ക് നൽകിയ ഏറ്റവും വലിയ സവിശേഷത ഏതാണ്? റഹ്മത്താണ്. അത് നബിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. നബിയുടെ ഏറ്റവും വലിയ വിശേഷണം തന്നെ ഏതാ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. കാരുണ്യമായിട്ടല്ലാതെ, ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റഹ്മത്ത് അല്ലാഹു നൽകിയതാണ്. റസൂലുള്ളാഹിന്റെ റഹ്മത്ത് അപ്പൊ എത്ര വലുതായിരിക്കും? നമ്മളുടെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ചില്ലറ ആളുകൾക്ക് അത് നമ്മൾ കൊടുത്തു വിട്ടേണ്ട കാര്യമുള്ളൂ, അല്ലേ? കുറഞ്ഞ ആളുകൾ, വാപ്പാക്ക്, ഉമ്മാക്ക്, അയൽവാസികൾക്ക്, ഇതിലും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക്, ഇങ്ങനെ കുറഞ്ഞ ചുറ്റുപാടുകളിലുള്ളവർക്കേ ഉള്ളൂ. ഇത് ആലമീനുള്ള റഹ്മത്താവുമ്പോ എത്ര വലുതാവും? അതുകൊണ്ടാണ് അല്ലാഹു ഖുർആനിലെ ഏറ്റവും അവസാനമായി അവതീർണമായ വചനങ്ങളിൽ ഹബീബായ നബി തിരുമേനിയെ റഹീം എന്ന് പരിചയപ്പെടുത്തിയത്. അതൊരു നിസ്സാരമായ വാക്കല്ല. റഹീം എന്നുള്ളത് ആരെ പറ്റി പറയുന്നതാണ് സാധാരണ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ റഹീം എന്ന വാക്കല്ലേ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ബിൽ മുഅ്മിനീന റഊഫുൻ, സത്യവിശ്വാസികളോട് വലിയ അലിവുള്ളയാളാണ്. റഹീമുൻ, വലിയ കാരുണ്യമുള്ളയാളാണ്. ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ, ഉറക്ക സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റഹ്മത്ത് അല്ലാഹു ഹബീബായ നബിക്ക് നൽകിയത് കൊണ്ട് തന്നെ അല്ലാഹു നബിയോട് അഭിസംബോധന ചെയ്ത് പറയുന്ന ഒരു കാര്യം എത്ര ശ്രദ്ധേയമാണ് നബിയേ. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. നബിയേ, അങ്ങേക്ക് അല്ലാഹു നൽകിയ കാരുണ്യത്തിലൂടെയാണ് അങ്ങ് അവരോട് മൃദുലമായി പെരുമാറുന്നത്. നമ്മൾ ആ മൃദുലത എന്ന് പറഞ്ഞാൽ ഇന്ന് സമൂഹത്തിലെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറഞ്ഞാൽ അത് കാരുണ്യമാണ്, അല്ലേ? കാരുണ്യം. ലോകത്തെ ഏറ്റവും വലിയ ചർച്ച എന്താണ്? മനുഷ്യാവകാശമാണ്. അമേരിക്ക എന്തിനെ കുറിച്ച് സംസാരിക്കണത്? മനുഷ്യാവകാശങ്ങളെ കുറിച്ചാണ്. ബ്രിട്ടൻ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? മനുഷ്യാവകാശങ്ങളെ കുറിച്ചാണ്. UN അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ ചർച്ചകളും സംവാദങ്ങളും നടക്കുന്നത് എന്തിനെ സംബന്ധിച്ചാണ്? മനുഷ്യർക്ക് ലഭ്യമാകേണ്ട ജീവന്, സ്വത്തിന്, അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, അവരുടെ ജീവിതക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ ലോകത്ത് ധ്വംസിക്കപ്പെടുന്നത് എന്താണ്? ഈ ലോകത്ത് ഇല്ലാതെയായി കൊണ്ടിരിക്കുന്നത് എന്താണ്? മനുഷ്യാവകാശമാണ് എന്ന് ആർക്കാണ് പറയാതിരിക്കാൻ കഴിയുക? ഒരു കൊല്ലത്തിനിടയിൽ അനൗദ്യോഗികമായി 41,000-ത്തിലധികം പേരാണ്, അനൗദ്യോഗികമായി 75,000-ത്തിലധികം ആളുകളാണ് ഫലസ്തീനിൽ, ഗസയിൽ കൊല ചെയ്യപ്പെട്ടത്. എത്ര കുഞ്ഞുങ്ങൾ അതിലുണ്ട്? എത്ര സ്ത്രീകൾ അതിലുണ്ട്? ഈ മനുഷ്യാവകാശം പറയുന്ന ആളുകൾ ഒരു ചെറുവിരൽ അനക്കുന്നുണ്ടോ? ആവശ്യമായ സഹായങ്ങൾ ഇസ്രായേലിന് നൽകുക എന്നുള്ളതല്ലാതെ. ഈ കഴിഞ്ഞ ബുധനാഴ്ചയല്ല, അതിന്റെ തൊട്ടു മുമ്പുള്ള ബുധനാഴ്ചയാണ് UN-ൽ വലിയ ഒരു പ്രമേയവുമായി ബന്ധപ്പെട്ടൊരു വോട്ടെടുപ്പ് നടന്നത്. എന്തായിരുന്നു അത്?
12 മാസത്തിനുള്ളിൽ ഇസ്രായേൽ ഫലസ്തീനിൽ അധിനിവേശം നടത്തിയ ഇടങ്ങളിൽ നിന്ന് പിന്മാറണം എന്നതായിരുന്നു അത്. സമയം 12 മാസമുണ്ട്. ഈ ഒരു വിഷയത്തെ UN-ലെ 114 രാജ്യങ്ങൾ അനുകൂലിച്ചു. 12 മാസത്തിനുള്ളിൽ ഇസ്രായേൽ പിന്മാറണം. 17 രാജ്യങ്ങൾ അതിനെ എതിർത്തു. ഇസ്രായേൽ അങ്ങനെ പിന്മാറേണ്ട കാര്യമൊന്നുമില്ല. 27 രാജ്യങ്ങൾ ആ വിഷയത്തിൽ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്മാറണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല, പിന്മാറണ്ടെന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതിലൊരു രാജ്യം ഏതാണെന്നറിയോ? നിങ്ങളൊക്കെ വേണമെങ്കിൽ അഭിമാനിച്ചോളൂ, നമ്മുടെ ഇന്ത്യയാണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ന്യായീകരണവും നമ്മൾ അങ്ങനെ ഔദ്യോഗികമായി അവര് നടത്തുന്ന കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യവുമില്ല. പറഞ്ഞു എന്ന് മാത്രമല്ല, എന്താ കാര്യം? ഇന്ത്യ രാജ്യത്തേക്ക് റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്നത് ഈ ഇസ്രായേലിൽ നിന്നാണ്. ഇസ്രായേല് ഫലസ്തീനെതിരായി ആക്രമണം തുടങ്ങിയതിന് ശേഷം ലോകരാജ്യങ്ങളിലേക്ക് അവർ സപ്ലൈ ചെയ്തിരുന്ന ആയുധങ്ങൾക്ക് പലതിനും അവർക്ക് നൽകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ത്യയിലേക്ക് ആയുധം നൽകുന്നതിന് ഒരു തടസ്സവും നേരിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. എത്ര ഈ അടുത്ത് വരെ പത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ സംയുക്തമായിട്ട് മോക്ക് ഡ്രില്ലുകൾ നടത്തുന്നത്. സൈനിക സംവിധാനങ്ങളിൽ അവരുടെ പ്രകടനങ്ങൾ നടത്തുന്നത് ഹൈദരാബാദിലും ഡൽഹിയിലുമൊക്കെ. എന്താ, മനുഷ്യാവകാശമാണോ ചർച്ച ചെയ്യുന്നത്? അതോ മനുഷ്യാവകാശം എങ്ങനെ ഇല്ലാതെയാക്കാം എന്നുള്ളതിനെ കുറിച്ചാണോ? അത് കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കുകയല്ലല്ലോ ചെയ്തത്. 1 കൊല്ലമാകുമ്പോഴേക്ക് മെഡിറ്ററേനിയൻ സീയുടെ ചുറ്റുപാടുകളിലേക്കൊക്കെ ഇസ്രായേൽ അവരുടെ പീരങ്കി തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ലെബനാനിൽ കൊല്ലപ്പെടുന്നത് 1ഉം 2ഉം അല്ല, ഓരോ ദിവസവും 100ഉം 500ഉം 1000ഉം ആളുകളാണ്. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുക എന്ന് പടച്ചവനെ അറിയുകയുള്ളൂ. അള്ളാഹു ആ നാടിനൊക്കെ സമാധാനം നൽകട്ടെ. ശത്രുക്കൾ, പ്രത്യേകിച്ച് ഇസ്രായേലിന് ഏറ്റവും നിന്ദ്യമായ പരാജയം അള്ളാഹു നൽകട്ടെ. ഇത് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു യുദ്ധം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അവിടെ നടക്കുന്ന യുദ്ധങ്ങളെക്കാൾ ചർച്ച ചെയ്യപ്പെടാറുള്ളത് എന്താണ്? അവിടെയുള്ള കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്നതിനെ സംബന്ധിച്ചാണ്, സ്കൂളുകൾ തകർക്കപ്പെടുന്നതിനെ കുറിച്ചാണ്, ഹോസ്പിറ്റലുകളിൽ രോഗികളായ ആളുകൾ പിടഞ്ഞു മരിക്കുന്നതിനെ കുറിച്ചാണ്. കാരണം മനുഷ്യരുടെ മനസ്സുകളിൽ കരുണയുണ്ട്, മനുഷ്യരുടെ മനസ്സുകളിൽ കാരുണ്യത്തിന്റെ ഉറവ വറ്റാതെ നിൽക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വയനാട് നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ വല്ലാത്ത ദുരിതവും സങ്കടവും അനുഭവിച്ചു. നമ്മളെല്ലാവരും ആ കാര്യം ചർച്ച ചെയ്തു. അതാണോ, അതിന് ശേഷം നടന്ന കാര്യങ്ങളാണോ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നത്? നമുക്ക് സന്തോഷം നൽകുന്നത് ഏത് ചിന്തകളാണ്? അതിന് ശേഷം നടന്ന കാര്യങ്ങളാണ്. നമ്മളുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ നാടിന്റെ നാനാഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോ വയനാട്ടേക്ക് ഏതൊക്കെ ചുരത്തിലൂടെ എത്താമെന്ന് അന്വേഷിച്ച് ആ ചുരം മുഴുവൻ കയറിയിട്ടാണ് അവർ വയനാടേക്ക് എത്തിയത്. കിട്ടിയ സംഭവങ്ങളുമായി, കിട്ടിയ സാധനങ്ങളുമായി. എന്നിട്ട് അവിടെ പോയിട്ട് ആ ഒഴുകുന്ന വെള്ളത്തിലേക്ക് അവർ എടുത്തു ചാടി. അവർ മയ്യിത്തുകൾ പിടിച്ചു. അവർ ആ ഒഴുകുന്ന പുഴയിലൂടെ നടന്ന് ദിവസങ്ങൾ പിന്നിട്ട് ദുർഗന്ധം വമിക്കുന്ന ശരീരഭാഗങ്ങൾ അവർ ചേർത്തു പിടിച്ചു കൊണ്ടുവന്ന് കഫൻ ചെയ്ത് അവർ അതിനെ കബറടക്കി. നമ്മൾ കണ്ടതാണ്. അവിടെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന പശുക്കളെ, ആടുകളെ ഈ ചെറുപ്പക്കാർ തെരഞ്ഞു നടക്കുന്നത് നമ്മൾ കണ്ടു. ആ ആടുകളുടെ അകിട് പാല് കറക്കാത്തതിനാൽ വീർത്തത് കണ്ടിട്ട് ഈ ചെറുപ്പക്കാർ അതിനെ പോയി കറന്ന് അതിനു പോലും ആശ്വാസം നൽകുന്നത് നമ്മൾ കണ്ടു. നമ്മൾ എന്തൊക്കെ കാഴ്ചകൾ കണ്ടു. നിങ്ങളുടെ ഉപ്പ നഷ്ടപ്പെട്ടുവല്ലേ, നിങ്ങളുടെ ഉമ്മ ഇല്ലാതെയായി അല്ലേ,
നിങ്ങൾക്ക് വീടില്ലാതെയായി അല്ലേ? നിങ്ങൾക്ക് പകരം ഒരു ഉമ്മയെ തരാൻ കഴിയില്ലെങ്കിലും, ഒരു ഉപ്പയെ ഞങ്ങൾക്ക് തരാൻ കഴിയില്ലെങ്കിലും ഞങ്ങൾ ആ സ്ഥാനത്തുണ്ടെന്ന് ഉമ്മമാർ അവരോട് പറഞ്ഞു. ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു നമ്മുടെ നാട്ടുകാർ, മലയാളികളായ ആളുകൾ, നാടിന്റെ നാനാഭാഗങ്ങളിലുമുള്ള ആളുകൾ. നിങ്ങൾക്ക് സ്ഥലം വേണോ, ഭൂമി വേണോ, വീട് വേണോ, എന്ത് വേണം? ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാണ്? ഇതാര് പഠിപ്പിച്ച സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായതാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. കാരുണ്യവാനായ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തുള്ളവർ ചെയ്യാൻ കാത്തിരിക്കുന്ന കാരുണ്യത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ നൽകിയപ്പോ, അതിങ്ങനെ നിരന്തരമായി ഉമ്മത്തിന്റെ മനസ്സിലുണ്ടായപ്പോ, അത് സമൂഹത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടപ്പോ, ഒരവസരം കിട്ടുമ്പോ കാരുണ്യത്തിന്റെ വിശാല മനസ്കതയുമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാകും. നബിയുടെ കാരുണ്യം ഇതിന്റെ വലിയ ഒരു മാതൃകയായിരുന്നു. ഈ റസൂലുള്ളാന്റെ കരുണയിൽ നിന്നാണ് ഇതിനെല്ലാം നമ്മൾ മാതൃക കാണുന്നത്. ഞാനിത് പറയുന്നത് എന്തിനാണ്? ഞാൻ ഈ പറഞ്ഞതിന്റെ അപ്പുറത്തുള്ള അനവധി മാതൃകയുടെ മഹാലോകം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ അതിനപ്പുറമുള്ള കാരുണ്യത, അതാണ് വലിയ കാരുണ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് വലിയ റഹ്മത്ത്. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر. മഹാനായ സയ്യിദുന മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ മദ്ഹ് പറയുമ്പോൾ, സ്വല്ലൽ ഇലാഹു അല ബിനി അബ്ദില്ലാഹി ദി ഖുലുഖിൻ ബിനസ്സില്ലാഹി കാന അദീമാ ഫല്ലൻ ഖലീലൻ ലം യകും ബല്ലൈനാ ബർറർ റഊഫൽ മുഅ്മിനീന റഹീമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. റസൂലുള്ളാഹി തങ്ങൾ ലയ്യിനായിരുന്നു. അവിടുന്ന് ഒരിക്കലും ഫല്ലൻ ഖലീലനായിരുന്നില്ല, പരുഷ സ്വഭാവിയായിരുന്നില്ല, ഹൃദയ കാഠിന്യമുള്ള ആളായിരുന്നില്ല. അതുകൊണ്ട് നിർമ്മലമായി പെരുമാറിയ ആളായിരുന്നു. നിങ്ങൾ നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഹബീബായ നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകരെ, ഹൽ അതാ അലൈക യൗമുൻ കാന അശദ്ദു മിൻ യൗമി ഉഹദ്. ഉഹദ് ദിവസത്തെക്കാൾ അങ്ങേക്ക് കാഠിന്യമേറിയ ഏതെങ്കിലും സംഭവങ്ങളോ ദിവസങ്ങളോ അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ നബിയേ? അന്നാണ് ഹബീബായ പ്രവാചകന്റെ കവിൾത്തടത്തിൽ അവിടുത്തെ അങ്കിയുടെ ആ കൊളുത്ത് തറച്ചിട്ട് അത് പറിച്ചെടുത്തപ്പോ അവിടുത്തെ കവിൾത്തടത്തിലൂടെ രക്തം ചാലിട്ടൊഴുകിയത്. അന്നാണ് അവിടുത്തെ മുൻപല്ല് പൊട്ടിയത്. അന്നാണ് ഹബീബിന്റെ മുതുകിന് മുറിവേറ്റത്. അന്നാണ് റസൂലുള്ളാഹിയെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ വളഞ്ഞത്. യാ റസൂലല്ലാഹ്, ഉഹദ് ദിവസത്തെക്കാൾ കഠിനമായ ഒരു ദിവസം അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ നബിയേ? സഹീഹുൽ ബുഖാരിയിൽ ഈ സംഭവം കാണാൻ കഴിയും. റസൂലുള്ളാഹി അതിനൊരു മറുപടി പറഞ്ഞു കൊടുക്കാൻ ഉണ്ട്. ആയിഷ, ആ സംഭവം നിന്റെ ആളുകൾ എന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കി ഞാൻ ത്വായിഫിലേക്ക് യാത്ര ചെയ്ത ദിവസത്തിലായിരുന്നു. തിരുമേനിയുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയ ദുഃഖഭരിതമായ സാഹചര്യങ്ങളെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ റബീഉൽ അവ്വലിൽ നമ്മൾ എത്രയോ തവണ കേട്ടതായിരിക്കും. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തില് അവിടുത്തേക്ക് എല്ലാ അർത്ഥത്തിലും സംരക്ഷണം നൽകിയ ഒന്നാമത്തെ ആളായിരുന്നു അബൂ ത്വാലിബ്. രണ്ടാമത്തെ ആളായിരുന്നു ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ. അബൂ ത്വാലിബ് എന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും സംരക്ഷണം നൽകി. റസൂലുള്ളാഹിന്റെ ശത്രുക്കൾ അത് കാരണത്താൽ ശരീരം വേദനിപ്പിച്ചില്ല, ഉപദ്രവിച്ചില്ല, റസൂലുള്ളാഹിനെ ക്രൂരമായി മർദ്ദിച്ചില്ല. കാരണം എന്താ? അബൂ ത്വാലിബിന്റെ സുരക്ഷയുണ്ട്, ഖദീജ ബീവിയുടെ സംരക്ഷണമുണ്ട്. അങ്ങനെ
ഇവർ രണ്ടുപേരും അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് അങ്ങോട്ട് വിട പറഞ്ഞു പോവുകയാണ്. പിന്നെ സംരക്ഷിക്കാൻ ആളില്ല. ഇത് ശത്രുക്കൾക്ക് നല്ല ഒരു അവസരമായി. ആമുൽ ഹുസ്ന് എന്നാണ് ഈ വർഷം അറിയപ്പെടുന്നത്, ദുഃഖവർഷം. ശത്രുക്കൾ നന്നായി കളിയാക്കുകയും പരിഹസിക്കുകയും മാത്രമല്ല, നമ്മുടെ മുത്തുനബി നടന്നു പോകുമ്പോൾ വലിയ വലിയ ചെളിയെടുത്ത് റസൂലുള്ളാഹിനെ എറിയുകയാണ്. മണ്ണ് വാരിയിട്ട് നബിയുടെ തലയിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇടുകയാണ്. ശരീരം മുഴുവൻ മണ്ണ് പുരണ്ടിട്ട് അള്ളാഹുവിന്റെ ഹബീബ് വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന രംഗം വള്ളത്തോൾ നാരായണ മേനോൻ തന്റെ പാംസു സ്നാനം എന്ന കവിതയിൽ എഴുതിയിട്ടുണ്ട്. മണ്ണിൽ കുളിച്ചൊരു ഗജം കണക്കെ ആമൂർദപാദം പൊടിമൺ പുരണ്ട് പിതാവിനെ കണ്ടതിവെമ്പലോടെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ മാലാർന്ന് കേഴും മകളെ തലോടി കൊണ്ടാശ്വസിപ്പിച്ചു സുശാന്തശീലൻ. നിന്നച്ഛനെ കാത്തരുളാതിരിക്കിൽ അല്ലാഹു പാരിൽ കരയായിക കുഞ്ഞേ. ഹബീബായ മുഹമ്മദ് മുസ്തഫ, എല്ലാവരും ഒന്ന് സ്വലാത്ത് ചൊല്ലൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മണ്ണെടുത്തിട്ട് ശരീരത്തിൽ ചെളിയാക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നുണ്ട്, ഒരിക്കലും ഞാനിങ്ങനെ കഅബാലയത്തിന്റെ സമീപത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഖുറൈശികൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്, മുഹമ്മദിനെ എങ്ങനെ നമ്മളൊന്ന് തളർത്തുക, എന്താ അവനെ ചെയ്യുക. ഇടക്കിടക്ക് വന്നിട്ട് ഈ കഅബയുടെ മുമ്പിൽ അവൻ നിസ്കരിക്കുന്നുണ്ടല്ലോ. അന്ന് നിസ്കാരം നിർബന്ധമായിട്ടില്ല. പക്ഷേ യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവിൻ ഖുസ്മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. നിസ്കരിക്കുവാനുള്ള കൽപ്പന റസൂലുള്ളാഹിക്ക് പ്രത്യേകമായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നബി ഇങ്ങനെ രാവോ പകലോ ഇല്ലാതെ അള്ളാഹു പറഞ്ഞ സമയത്തൊക്കെ ഇങ്ങനെ വന്ന് കഅബയുടെ മുമ്പിൽ നിസ്കരിക്കും. ഇവർ ചർച്ച ചെയ്യാണ്, ഇനി മുഹമ്മദ് നിസ്കരിക്കാൻ വേണം നമ്മൾ എന്താ ചെയ്യാ. അങ്ങനെ ചർച്ച ചെയ്തിട്ട് അവസാനം അവർ തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാ, നമുക്ക് ഈ മുഹമ്മദിനെ നിസ്കരിക്കുന്നത് സുജൂദിൽ വീഴുന്നത് കണ്ടാൽ നമുക്ക് ആ മുഹമ്മദിന്റെ കഴുത്തിൽ കൊണ്ടുവന്നിട്ട് ഒട്ടകത്തിന്റെ കുടൽമാല ഇടാം. ഇതൊക്കെ നമ്മൾ എത്ര ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ്. ഒരു ഒട്ടകത്തിന്റെ കുടൽമാല എന്ന് പറഞ്ഞാൽ അത് എത്ര ഭാരം ഉണ്ടാവും നോക്കണം. നമ്മൾ ഇന്ന് നല്ല പള്ളിയില് നമുക്ക് വയാജിയൊക്കെ ഇവിടെ ഉണ്ട്. ഉപര പരിപാടി തന്നെ പള്ളി പരമാവധി ഉണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല പള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് നല്ല കുഷ്യനൊക്കെ ഇട്ട് സുന്ദരമായി നല്ല സുഖത്തിൽ നമ്മളിങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ട കാഴ്ചയാണത്. ഹബീബായ റസൂലുള്ളാഹിയുടെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്താൻ തീരുമാനിച്ചത് ഉഖ്ബത്ത് ഇബ്നു അബീ മുഅയ്ത്ത് ആയിരുന്നു. ഓർക്കണം, നമ്മൾ മന്ദം മന്ദം കഅബയുടെ അടുക്കലേക്ക് വന്നു, അവിടെ സുജൂദ് ചെയ്തു. ഈ മനുഷ്യൻ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നു. അബൂജഹലും ഉത്ബത്തും ശൈബത്തും തുടങ്ങിയ ആളുകൾ മുഹമ്മദുർ റസൂലിനെ കളിയാക്കാൻ കൂടി നിൽക്കുമ്പോഴാണ് സുജൂദിൽ കിടക്കുന്ന നബിയുടെ രണ്ടു ഭാഗത്തേക്കുമായി പെരടിയിൽ വന്ന വലിയ ഭാരമേറിയ കുടൽമാല കൊണ്ടുവന്നിടുന്നത്. തമായലൂ കമാ തമായലത്തിൽ അസ്ജാർ. കാറ്റടിക്കുമ്പോൾ മരങ്ങളുടെ ശിഖരങ്ങൾ ആടുന്നത് പോലെ ഇവരിങ്ങനെ ചിരിച്ചാടുകയാണ്. ഹബീബ് ഇങ്ങനെ നിസ്സഹനായി കിടക്കുകയാണ്, മണ്ണോട് ചേർന്ന് കഅബാലയത്തിന്റെ താഴെ കിടക്കുകയാണ്. ആളുകൾ ഇങ്ങനെ കളിയാക്കുന്നു, നോക്കിപ്പോകുന്നു. ഈ വിവരം കേട്ടറിഞ്ഞ് തന്റെ പുന്നാര മകൾ ഫാത്തിമ ബീവി ഓടി വന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയിരുന്നിട്ട് അവിടുത്തെയുടെ മൃദുലമായ കൈകൾ കൊണ്ട് ആ വലിയ ഭാരമേറിയ ഒട്ടകത്തിന്റെ കുടൽമാല വലിയ ശ്രമം നടത്തി അങ്ങ് മറിച്ചിടുമ്പോ തല ഉയർത്തി നോക്കുന്ന ഹബീബ് കാണുന്നത് കണ്ണീരൊഴുക്കുന്ന തന്റെ മകളെയാണ്. മകളുടെ കൈപിടിച്ചിങ്ങനെ പോകുമ്പോ, പൊന്നുമോളെ, നിന്റെ ഉമ്മയായ ഖദീജ ജീവിച്ചിരിക്കെ എനിക്കിതുപോലെയുള്ള പരീക്ഷണങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞു അവർക്കെതിരായി പ്രാർത്ഥിക്കുക.
കൊടുക്കുകയും ചെയ്തു. അബൂജഹലിനെ നീ കൈകാര്യം ചെയ്യണേ, ഉഖബയെ നീ കൈകാര്യം ചെയ്യണേ, പടച്ചവനെ ഉമയ്യയെ നീ കൈകാര്യം ചെയ്യണേ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ആർക്കെതിരെയൊക്കെയാണോ ദുആ ചെയ്തിട്ടുള്ളത്, 7 or 8 ആളുകൾ ഉണ്ടായിരുന്നു. ബദർ യുദ്ധം കഴിഞ്ഞ് ഇവരെ എല്ലാം ഒരു കിണറിലേക്ക് വലിച്ചെറിയുമ്പോ അന്ന് റസൂലുള്ളാഹി എതിരായി ദുആ ചെയ്ത ഓരോരുത്തരെയും ഞാൻ കണ്ടു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ആയപ്പോ പിന്നെ ഹബീബായ മുഹമ്മദ് മുസ്തഫ ഉറക്ക സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു, എന്റെ ദഅവത്ത് ഇവിടെ നടക്കൂല, എനിക്ക് മക്കയിൽ നിന്ന് പോയേ മതിയാവൂ. അവിടെ പുറത്തെവിടെയെങ്കിലും പോയിട്ട് ഒരു ബലം കിട്ടിയിട്ട് മക്കയിലേക്ക് തിരിച്ചു വരാം. നബി തെരഞ്ഞെടുത്തത് ത്വായിഫാണ്. അവിടെ സഖീഫ് ഗോത്രക്കാരുണ്ട്. അവരോട് ചെന്ന് സംസാരിക്കാൻ തീരുമാനിച്ചു. മുഅ്മിനേ, മക്കയിൽ നിന്ന് 100 കിലോമീറ്റർ ദൂരമുണ്ട് ത്വായിഫിലേക്ക്. ആ 100 കിലോമീറ്ററും വാഹനപ്പുറത്തല്ല, കാൽനടയായിട്ടാണ് അവിടുന്ന് പോയത്. കൂടെ തന്റെ സഹചാരിയായി സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവുമുണ്ട്. ഇവര് പോവുകയാണ്. പോയിട്ട് അവിടെ ഒന്നാമത്തെ പ്രമുഖനെ കണ്ടു, 2-3 പ്രമുഖന്മാരെ കണ്ടു. ഇവരൊക്കെ നബിയെ കളിയാക്കി. ഒന്നാമത്തെ ആള് ചോദിച്ചു, നിന്നെയാണോ അള്ളാഹു റസൂലാക്കാൻ കണ്ടത്? മക്കയിൽ എത്ര നേതാക്കന്മാരുണ്ട്, എത്ര സൗകര്യമുള്ള ആളുകളുണ്ട്, നിനക്കൊന്നും ഞാൻ സംരക്ഷണം തരൂല. ഇങ്ങനെ എല്ലാവരും കളിയാക്കി സംരക്ഷണം കിട്ടില്ല എന്ന് കണ്ടപ്പോ മുത്തുനബി അവരോട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് സംരക്ഷണം നൽകുന്നില്ല എങ്കിലും ഞാൻ ഒരിക്കലും നിങ്ങളെ തള്ളിപ്പറയുന്നില്ല. നിങ്ങൾ എനിക്ക് സംരക്ഷണം നൽകുന്നില്ല എങ്കിൽ നിങ്ങളത് മറ്റുള്ളവരോട് പറയല്ലേ. അവരതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല, നീണ്ട 10 ദിവസക്കാലം റസൂലുള്ളാഹി അവിടെ ഓരോരുത്തരെയും കണ്ടു. തനിക്ക് ദീന് നടത്താൻ, തനിക്ക് സംരക്ഷണം നൽകാൻ ഒരാളും തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, വരക്കല മഖാമിന്റെ മുമ്പിലിരിക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ ഓർക്കണം, നമ്മുടെ ഹബീബിനെ അവർ കല്ലെറിയുകയാ. റസൂലുള്ളാഹി തങ്ങളുടെ പിറകെ നടന്നിട്ട് അവർ ഭാരമേറിയ കല്ലുകൾ വലിച്ചെറിയുകയാണ്. കുട്ടികളുടെ കയ്യിൽ അവർ കല്ല് കൊടുക്കുന്നു, എറിയൂ എന്ന് പറഞ്ഞ്. മുത്തുനബി ഓടുമ്പോ കാൽപാദത്തിൽ ആ കല്ലുകൾ തട്ടിയിട്ട് മുറിവേൽക്കുകയാണ്. ആ രക്തം ഭൂമിയിലേക്ക് ഒഴുകുകയാണ്. വിശാലമായ സംഭവമാണ്. ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ, അങ്ങനെ ഞാൻ ഓടുമ്പോ പലപ്പോഴും ഞാൻ വേദന കാരണത്താൽ ഇരിക്കും. അപ്പോഴെന്റെ പിന്നാലെ വന്നിട്ട് അവർ എന്നെ എഴുന്നേൽപ്പിക്കും. എന്നെ വീണ്ടും അവർ ഓടിക്കുകയാണ്. മോമിനെ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മളൊക്കെ സഹിക്കുന്ന ത്യാഗങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോ നമ്മളൊക്കെ എന്താ സഹിക്കുന്നത്, നമ്മളൊക്കെ എന്ത് ഏറ്റെടുക്കുന്നത് എന്താണ്, അതൊക്കെ എത്ര നിസ്സാരമാണെന്ന് ചിന്തിക്കാൻ കൂടിയാണ് ഞാനിതിപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്. അവിടുന്ന് റസൂലുള്ള പറയുകയാണ്, ഒരു തോട്ടത്തിന്റെ അകത്തേക്ക് ഞാൻ പോയി. ആ തോട്ടത്തിൽ ഉത്ബത്തിനെയും ശൈബത്തിനെയും ഞാൻ കണ്ടു. മദീനയിൽ, മക്കയിൽ അവരെന്റെ ശത്രുക്കളാണെങ്കിലും കുറച്ച് മുന്തിരികൾ അവർ എന്റെ കയ്യിൽ കൊണ്ടുവന്നു തന്നു. ആ മുന്തിരി ഞാൻ ബിസ്മി ചൊല്ലി കഴിക്കുമ്പോ എനിക്കത് കൊണ്ടുതന്ന അദ്ദാസ് എന്ന അടിമ എന്നോട് ചോദിച്ചു. അദ്ദാസിനോട് ഞാൻ ബിസ്മി ചൊല്ലി കഴിച്ചപ്പോ ചോദിച്ചു, അദ്ദാസ്, അല്ല, ഈ നാട്ടിൽ ആരും പറയാത്ത ഒരു കാര്യം പറയണതാണല്ലോ ഞാൻ കേട്ടത്, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? അബ്ദാസ് പറഞ്ഞു, ഞാൻ നീനവക്കാരനാണ്. എന്റെ സഹോദരൻ യൂനുസിന്റെ നീനവയാണോ? അതെ. അങ്ങേക്ക് യൂനുസിനെ അറിയോ? തളർന്നിരിക്കുകയാണ്, കാലിൽ രക്തം ഒഴുകുന്നുണ്ട്, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോഴും അല്ലാഹു ഏൽപ്പിച്ച ദഅവത്തിൽ നിന്ന് പിന്മാറുന്നില്ല. അപ്പോഴും അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം മറക്കുന്നില്ല. ബല്ലഗ്തൽ റിസാല വഅദ്ദൈതൽ അമാന. അദ്ദാസിനോട് സംസാരിച്ച് അദ്ദാസ് മുസ്ലിം ആവുകയാണ്. അവിടെ നിന്നിറങ്ങി ആയിഷയോട് റസൂലുള്ള പറയാണ്, ആയിഷ, ഞാൻ ഓടാൻ തുടങ്ങി, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയി എത്രയോ മണിക്കൂറുകൾ ഞാൻ ഓടിയിട്ട് ഖർനു സാലിബ് എന്ന സ്ഥലത്തെത്തിയപ്പോ ഞാൻ എന്റെ കൈകൾ അല്ലാഹുവിലേക്ക് ഉയർത്തി, റബ്ബേ, എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, അല്ലാ, ഇലൈക അഷ്കൂ ദുഅഫ ഖുവതി വഖില്ലത ഹീലതി വഹവാനി അലന്നാസ്. ഞാൻ
ദുർബലനാണ് റബ്ബേ, ഞാൻ ശാരീരികമായി അവശനാണ് റബ്ബേ, ജനങ്ങൾ എന്നെ ഏറ്റെടുക്കുന്നില്ല അല്ലാ. പടച്ചവനെ, ഇതൊന്നും നിനക്കെന്നോടുള്ള കോപം കാരണത്താൽ അല്ലെങ്കിൽ ഞാനത് കാര്യമാക്കുന്നില്ല റബ്ബേ. പടച്ചവനെ, ഇലാമൻ തകിലുനി, ആരിലേക്കാണ് എന്നെ നീ ഏൽപ്പിക്കുന്നത്? എന്നെ ഇല്ലാതെയാക്കുന്നവരിലേക്കാണോ, നിന്റെ ശത്രുക്കളിലേക്കാണോ റബ്ബേ? അതുകൊണ്ട് നീ എന്നെ സഹായിക്കണേ, നിന്റെ സഹായം എനിക്ക് വേണമേ. റബ്ബിന്റെ മുമ്പിലേക്ക് തന്റെ ഹബീബ് കൈകൾ ഉയർത്തി നിമിഷങ്ങൾ കഴിയേണ്ട താമസം ഹബീബിന്റെ കൽബ് കാണുന്ന അല്ലാഹു തമ്പുരാൻ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞേക്കുന്നു, നബിയേ, അങ്ങയുടെ ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. എന്റെ കൂടെ ഇതാ ഈ മാലാഖമാരെ പറഞ്ഞേച്ചിരിക്കുന്നു. അവർ പർവ്വതങ്ങളുടെ സൂക്ഷിപ്പുകാരാണ്. അവര് പറയുന്നു, നബിയേ, അങ്ങയെ കല്ലെറിഞ്ഞവർ, പരിഹസിച്ചവർ, അവരെ ഈ മലയങ്ങ് തകർത്ത് തരിപ്പണമാക്കി പൂർണ്ണമായും ഇല്ലാതെയാക്കാനാണ് അല്ലാഹുവിന്റെ തീരുമാനം. ഇനി അങ്ങയുടെ സമ്മതം കൂടെ കിട്ടിയാൽ മതി. ഒരു തെറ്റായ കാര്യമല്ലാതെ പ്രവാചകന്മാരത് ചെയ്തിട്ടുണ്ടായിരുന്നു. നൂഹ് നബി അത് ചെയ്തിട്ടുണ്ട്, ലൂത്ത് നബി അത് ചെയ്തിട്ടുണ്ട്, സ്വാലിഹ് അലൈഹിസ്സലാം സമ്മതം നൽകിയിട്ടുണ്ട്. ഇവിടെ ഇതാ ഹബീബായ റസൂലുള്ള പറയുന്ന കാര്യം എന്താണെന്നറിയോ? വേണ്ട, അങ്ങനെയൊന്നു വേണ്ട, അങ്ങനെ അവരെ ശിക്ഷിക്കണ്ട. ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅബ്ദുല്ലാഹ വഹദ മാ യുശ്രികു ബിഹി ശൈആ ലാ യുശ്രികു ബിഹി ശൈആ. അവരുടെ തലമുറകളിലൂടെ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ പടച്ച തമ്പുരാൻ നിയോഗിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്? ഇതാണ് റഹ്മത്ത്. അതുമാത്രമല്ല, അവിടെ നിന്ന് അവർക്ക് ദുആ ചെയ്യുകയും ചെയ്യുകയാണ്. അല്ലാഹുമ്മഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. ജന്നത്ത് ഭി ഉനീകി ഹേ, കൗസർ ഭി ഉനീകി ഹേ, ജന്നത്ത് ഭി ഉനീകി ഹേ, कौसर भी उन्हीं की है, सच पूछो तो अल्लाह की रहमत भी उन्हीं की है. ये दोनों जहां यारो ജാഗീർ മുഹമ്മദ് കീ. സ്വർഗം അവിടുത്തേടേതാണ്, ഹൗദുൽ കൗസർ നബിയുടേതാണ്. സച്ച് പൂച്ചോ തോ അല്ലാഹ് കീ റഹ്മത്ത് ബി ഉനീ കീ ഹേ. നിങ്ങൾ ചോദിച്ചു നോക്കൂ, റബ്ബിന്റെ കാരുണ്യവും നബിയുടേതാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഹബീബ് തന്റെ കൂടെയുള്ളവരോട് വലിയ കാരുണ്യം, സ്നേഹം. ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യഅതി ളുഅഫാഅൽ മുസ്ലിമീന വയസൂറുഹും. റസൂലുള്ളാഹി തങ്ങൾ ബലഹീനരായ ആളുകളെ കാണാൻ പോകും, അവരെ സന്ദർശിക്കും, തമാശ ഉണ്ടാക്കും, അവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കും. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ അബ്ദുള്ള എന്ന ഒരാളുണ്ടായിരുന്നു. ആളുകൾ അയാളെ വിളിച്ചിരുന്നത് കഴുത എന്നായിരുന്നു. ആളുകൾ അയാളെ ഹിമാർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. എല്ലാവരും ആളെ പറ്റിയിട്ട് അത്രയും ഒരു തമാശക്കാരനാണ് ആൾ. ഇടക്കിടക്ക് അയാൾ നബിയുടെ അടുക്കൽ വരും. എന്നിട്ട് റസൂലുള്ളാഹിനെ ഇങ്ങനെ ചിരിപ്പിക്കുക. അയാൾ ഓരോ തമാശകൾ പറഞ്ഞ്, നാടൻ തമാശകളൊക്കെ പറഞ്ഞ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ഇങ്ങനെ ചിരിപ്പിക്കും. പക്ഷെ ഇയാൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇടക്കിടക്ക് അയാൾ മദ്യപിച്ചാൽ നബിയുടെ അടുക്കൽ കൊണ്ടുവരും. അവൻ നബിയുടെ അടുത്ത ആളാണെന്ന് വിചാരിച്ചിട്ട് ശിക്ഷിക്കാതിരിക്കൊന്നുമില്ല. അങ്ങനെ അയാൾക്ക് ആദ്യം ഒരിക്കൽ അടി കിട്ടി, മദ്യപിച്ചതിന്റെ രണ്ടാമത്തെ ശിക്ഷ കിട്ടി, മൂന്നാമത്തെ ശിക്ഷ കിട്ടി. മൂന്നാമത്തെ ശിക്ഷ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് സ്വഹാബികളുടെ കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞു, അല്ലാഹുമ്മ അൽഇൻഹു മാ അക്സർ മാ യുഅതാ ബിഹി. എത്ര വട്ടാണ് ഇയാൾ അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നത്? അല്ലാഹു ഇയാളെ ശപിക്കട്ടെ, ഒരു നാണമില്ലാത്തൊരു മനുഷ്യൻ.
അപ്പോഴാണ് ഹബീബ് ആ മനുഷ്യനോടുള്ള ഒരു ബന്ധം, സംഭവം അടി കിട്ടുകയാണെങ്കിലും ലാ തുൽഇനൂ, നിങ്ങൾ അയാളെ ശപിക്കുവാൻ പാടില്ല. ഫവല്ലാഹി മാ അലിംതു ഇല്ലാ അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അയാൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെടുന്ന ആളാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയിൽപ്പെട്ട ഒരാൾ, ഒരു പാവം മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ പിന്നിൽ പോയിട്ട് അള്ളാഹുവിന്റെ റസൂൽ ആ മനുഷ്യന്റെ രണ്ട് ചെവിയും ഇങ്ങനെ പൊത്തിപ്പിടിച്ച്, തീരെ വിലയില്ലാത്ത ഒരടിമയുണ്ട്, വേണമെങ്കിൽ വാങ്ങിക്കോളൂ, തീരെ വിലയില്ലാത്ത ഒരടിമയാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ തമാശയാക്കാണ് അങ്ങാടിയിൽ വെച്ചിട്ട്. ഇയാൾക്ക് മനസ്സിലായി, ആ സുഗന്ധം അനുഭവിച്ചപ്പോ, ആ മനോഹരമായ മാർദ്ദവം തൻ്റെ കണ്ണുകൾക്ക് അനുഭവിച്ചപ്പോൾ ഇത് നബിയാണ്. ആ സഹാബി വേഗം നബിയുടെ ശരീരത്തിലേക്ക് അങ്ങോട്ട് ചാരി നിന്നു. നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ അത്രയൊന്നും വിലയുള്ള ആളല്ലല്ലോ, ഞാൻ വില കുറഞ്ഞ ആൾ തന്നെയാണ്. അപ്പൊ നബി കാര്യത്തിലാക്കി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹോദരാ, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ വിലയുള്ളയാളാണ്. അങ്ങനെ പാവങ്ങളോട്, ളുഅഫാഇനോട് വലിയ അനുകമ്പയായിരുന്നു. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായിരുന്നു. നബിക്ക് ചെരുപ്പ് എടുക്കുക, റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്യുക, നബിക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിർവഹിക്കുക, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരിക്കൽ അറാക്ക് ആവശ്യം വന്നു നബിക്ക്. അപ്പൊ ഒരു അറാക്കിന്റെ മരമുണ്ട്, അതിന് മുകളിൽ കയറി ഹബീബായ നബിക്ക് ഇങ്ങനെ അറാക്ക് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചെറിയ വസ്ത്രങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയപ്പോ കൈയും കാലും ഒക്കെ തീരെ വണ്ണമില്ലാത്തതാണ്. അപ്പൊ ഈ അറാക്കിന്റെ കൊമ്പുകളും ഈ മഹാന്റെ അബ്ദുല്ലാഹി മസ്ഊദിന്റെ കയ്യും കാലും ഒക്കെ ഒരേ രൂപത്തിൽ ഇങ്ങനെ ആ വെളുത്ത നിറത്തിൽ ഇങ്ങനെ കണ്ടപ്പോ സ്വഹാബികൾ ഇങ്ങനെ ഉറക്കെ ചിരിക്കുകയാണ്. അപ്പൊ റസൂലുള്ള ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? ഞങ്ങൾ ഈ അബ്ദുള്ളയുടെ കാലുകളും കൈകളും കണ്ടിട്ടാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വല്ലാഹി ലഹുമാ അസ്ഖലു ഫിൽ മീസാനി മിൻ ഉഹദ്, നാളെ പരലോകത്ത് അബ്ദുള്ളയുടെ മീസാനില് ഉഹദ് പർവതത്തെക്കാൾ ഭാരം തൂങ്ങുന്നതാണിത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലിന്റെ സ്വഭാവം അതായിരുന്നു. വയഊദു മർലാഹും, നബി അവരുടെ രോഗികളെ കാണാൻ പോകുമായിരുന്നു. വയശ്ഹദു ജനായിസഹും, മരണപ്പെട്ട് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ രക്തസാക്ഷികളെ സന്ദർശിക്കുമായിരുന്നു. ഒരു ഹദീസും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, സമയം 10 മണിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ ചുറ്റുഭാഗത്തും വന്നിട്ട് കുറെ ആളുകൾ ഇങ്ങനെ വന്നിരിക്കും. എന്നിട്ട് റസൂലുള്ള പറയുന്നതൊക്കെ ഇങ്ങനെ കേൾക്കും. ഭയങ്കര രസമാണ് ആ സദസ്സൊക്കെ. അങ്ങനെ എന്നും ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ, അവരെല്ലാവരും വലിയ പ്രശസ്തരായ ആളുകളൊന്നും ആവില്ല, എന്നും ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. അയാളെ കുറച്ച് ദിവസം അയാളങ്ങനെ കാണുന്നില്ല. അപ്പൊ നബി ചോദിച്ചു, അല്ല, നമ്മൾ എന്നുണ്ടാകുന്ന ആളവിടെ കാണുന്നില്ലല്ലോ. അപ്പൊ ഒരാൾ പറഞ്ഞു, നബിയേ, അയാളുടെ കുഞ്ഞ് മരിച്ചുപോയി. അപ്പൊ നബി പറഞ്ഞു, എന്നാൽ നമുക്ക് അയാളുടെ വീട്ടിലേക്ക് പോകാം. അപ്പൊ വീട്ടിൽ പോയപ്പോ കുഞ്ഞൊക്കെ മരിച്ചിട്ട് ജനാസയൊക്കെ ഖബറടക്കം കഴിഞ്ഞിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ വീട്ടിലേക്ക് പോയി. ആ മനുഷ്യൻ നബിയെ കണ്ടപ്പോൾ കരയുകയാണ്. അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, സഹോദരാ, നിങ്ങളുടെ ദുഃഖം നിങ്ങൾ മാറ്റണം. നിങ്ങൾക്ക് 2 കാര്യം ഞാൻ പറഞ്ഞു തരാം. ഒന്നുകിൽ നിങ്ങൾക്ക് നാളെ ഒന്നുകിൽ അവൻ ഈ ലോകത്ത് ഇങ്ങനെ ജീവിച്ചിരിക്കലാണോ, അവൻ നിങ്ങളുടെ കുഞ്ഞായിട്ട് ഇങ്ങനെ ജീവിച്ചിരിക്കലാണോ, അതല്ല നാളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോ ആ സ്വർഗത്തിന്റെ കവാടത്തിൽ നിന്ന് നിങ്ങളുടെ കൈ പിടിക്കാൻ വേണ്ടി, നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി, ഇല്ലാ വജത്തഹു ഖദ് സബഖക ഇലൈഹി യഫ്തഹു ലഹു, നിങ്ങൾക്ക് വേണ്ടി ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു തരുന്ന ഒരാളവിടെ ഉണ്ടാകണം, നിങ്ങളുടെ കുഞ്ഞവിടെ ഉണ്ടാകണം എന്നുള്ളതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഈ സ്വഹാബി പറഞ്ഞു, നബിയേ, എനിക്കങ്ങനെ സ്വർഗത്തിൽ കവാടം തുറന്നു തരാൻ ഒരാളുണ്ടായാൽ മതി. എന്നാൽ ആ കുഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ ചോദിച്ചു, നബിയേ, അത് അയാൾക്ക് പ്രത്യേകത മാത്രമുള്ളതാണോ അതോ ഞങ്ങൾ
നിങ്ങൾക്കും അങ്ങനെയാണോ? അതെല്ലാവർക്കും ഉള്ളതാണ്. മക്കൾ മരണപ്പെട്ടവർക്ക് മുഴുവൻ ശാന്തിയും സമാധാനവും പ്രവചിക്കുകയാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെയുള്ള മാതൃകകൾ നമ്മൾ അനുധാവനം ചെയ്യുക. ഹബീബായ റസൂലുള്ളാഹിയുടെ ഓർമ്മകൾ ഈ റബീഉൽ അവ്വലിൽ നമ്മളെപ്പോലെയുള്ള ആളുകൾ കുറേ വേദികളിൽ വഅദ് പറഞ്ഞു. റബീഉൽ അവ്വൽ അവസാനിക്കാൻ വേണ്ടി പോവാണല്ലോ. ഇനി ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിനെ പറ്റി നമ്മൾ എപ്പോഴും പറയും, പക്ഷെ റബീഉൽ അവ്വലിൽ കൂടുതലായിട്ട് പറയും, കൂടുതൽ സംഘടിപ്പിക്കും. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഒരുമിച്ച് കൂടും. അള്ളാഹു ഇനിയും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന റബീഉൽ അവ്വലുകൾ, മൗലിദ് ഓതുന്ന റബീഉൽ അവ്വലുകളൊക്കെ അള്ളാഹു നമുക്ക് ധാരാളമായി തരട്ടെ. ഇവിടെ വരുന്നതിന് മുമ്പും ശേഷമൊക്കെ ആയിട്ട് കുറേ ആളുകൾ മരണപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ്, രോഗങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ്, പല വിഷയങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഉദ്ദേശങ്ങളെയൊക്കെ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. രോഗികളുടെ രോഗങ്ങളെയൊക്കെ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. മജ്ലിസുന്നൂർ കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുർ റഷീദ് അലി ശിഹാബ് തങ്ങൾ കാര്യമായിട്ട് ദുആ ചെയ്യും. നിങ്ങളൊക്കെ നിങ്ങളുടെ ദുആകളിൽ വിനീതനായ നിങ്ങളുടെ ഈ സഹോദരനെ ഉൾപ്പെടുത്തണം എന്ന് നിങ്ങളോട് പ്രത്യേകമായി വസിയത്ത് ചെയ്ത്, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം, ഭാര്യ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം, എല്ലാവരെയും നിങ്ങളുടെ ദുആകളിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് പ്രത്യേകമായി നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തി, എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയ ആദരണീയരായ നേതാക്കളോടും ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളോടുമൊക്കെയുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എനിക്ക് ദൂരേക്ക് പോകേണ്ടതുകൊണ്ട് മജ്ലിസുന്നൂറിന് ഇരിക്കാതെ പോകാൻ നിങ്ങൾ എന്നെ അനുവദിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി മഹത്തായ മജ്ലിസുന്നൂർ ആത്മീയ സംഗമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദുആക്ക് നേതൃത്വം കൊടുക്കാൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ദുർ റഷീദ് അലി ദാരിമി